നിന്നെ കണ്ട നാളിലെൻ്റെ മനസ്സിൽ മോഹമായി നീ, നിന്റെ മുഞ്ച് കണ്ട് എൻ്റെ കരളിൽ ദാഹമായി നീ. നീ എൻ്റെതാണ് സജ്ന, നീ എൻ്റെ മാത്രം സജ്ന, നീ എന്നും എൻ്റെ സഖിയല്ലേ, നീ എന്നും എൻ്റെ സഖിയല്ലേ. ഓ, എത്ര മനോഹരമായിട്ടുള്ള വരികളാണല്ലേ. നമ്മളിപ്പോൾ ഉള്ളത് മലാസിലാണ് കേട്ടോ. മലാസിലൊരു സർപ്രൈസ് ഗിഫ്റ്റുമായിട്ട് വന്നതാണ്. സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നത് യദുവിനാണ് കേട്ടോ. യദുവിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ യദുവിന് ഒരു സർപ്രൈസ് ബർത്ത്ഡേ ഗിഫ്റ്റ് ഒരുക്കണമെന്ന് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്ത ആളുടെ പേര് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ പേര് പറയണില്ല. യദു ഒരുപാട് കാലം സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് യദുവിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ആഗ്രഹപ്രകാരം ഈ സർപ്രൈസ് ഗിഫ്റ്റ് ഞങ്ങൾ കൊടുത്തിട്ട് വരാം. അപ്പോൾ യദു ഞങ്ങളായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇന്ന് യദുവിൻ്റെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ യദുവിനൊരു സർപ്രൈസ് ഗിഫ്റ്റ് തരണമെന്ന് പറഞ്ഞത് ഞങ്ങളെ കോൺടാക്ട് ചെയ്തതാണ്. ആരാണ് തന്നത്, എന്താണ് തന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. ഞങ്ങളെ കോൺടാക്ട് ചെയ്തു. ഈ സാധനം കൊണ്ടേ കൊടുക്കുമ്പോൾ യദുവിന് മനസ്സിലാവും ആരാണ് തന്നതെന്ന്. മനസ്സിലാവുന്നതാണ്. യദുവിന് മനസ്സിലായി ആരാ തന്നത്? ആരാ മനസ്സിലായത്? യദു പ്രതീക്ഷിച്ചിരുന്നോ? പിന്നെ പ്രതീക്ഷിച്ചാണോ? ഇങ്ങനെ ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചിട്ടുണ്ട് ആണല്ലേ. ഹാപ്പി അല്ലേ? യദുവിൻ്റെ പേരറിയാത്ത പ്രിയപ്പെട്ട സുഹൃത്ത് നൽകിയിട്ടുള്ള ഗിഫ്റ്റ് ഞങ്ങളോട് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ യദു ഹാപ്പി അല്ലേ?